എന്നാൽ എങ്ങനെയാ സഭാ നേതൃത്വം പരിഗണിക്കുക? കർത്താവിനെ പരസ്യമായി സ്ഥിരമായി അവമാനിക്കാൻ സമവായ കുർബാന അനുവദിച്ചു കൊടുത്തതോടെ മിണ്ടാൻ സാധിക്കാത്ത വിധം ആത്മീയ ശക്തി ചോർന്നു പോയവരാണ് സഭാ നേതൃത്വം. അവർ ധാർമ്മിക ശക്തി ചോർന്നു പോയിരിക്കുന്നു. കാരണം കർത്താവിനെ പരസ്യമായി സ്ഥിരമായി അവമാനിക്കാൻ രേഖാമൂലം അനുവാദം കൊടുത്തിരിക്കുകയാണ്. ഒരു സഭാ നേതൃത്വം ഇതിനേക്കാൾ അഴിയാനില്ല, ഇതിനേക്കാൾ ദുഷിക്കാനില്ല. അതിനാൽ അവർ ആത്മീയ ശക്തി ചോർന്നു പോയിരിക്കുന്നു, ധാർമ്മിക ശക്തി ചോർന്നു പോയിരിക്കുന്നു. തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് വിധേയപ്പെട്ട് കർത്താവിനെ സ്ഥിരമായി അവമാനിച്ചുകൊണ്ടിരിക്കുന്ന സഭാ നേതൃത്വത്തിന് ഒരക്ഷരം മിണ്ടാൻ കഴിയില്ല. അവർക്ക് കർത്താവിനോട് സ്നേഹമില്ല, കർത്താവിൽ വിശ്വാസമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അവരെക്കുറിച്ച് കർത്താവ് എന്നോട് പറഞ്ഞത് ഞാൻ നിങ്ങളോട് പറയാം. മരിച്ചവർ മരിച്ചവരെ കബറടക്കട്ടെ, നീ പോയി ദൈവരാജ്യം പ്രസംഗിക്കുക. സഭാ നേതൃത്വത്തെക്കുറിച്ച് കർത്താവ് എന്നോട് പറഞ്ഞ കാര്യം ഞാൻ പറയുന്നത്, മരിച്ചവരെ കബറടക്കട്ടെ, നീ പോയി ദൈവരാജ്യം പ്രസംഗിക്കുക. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഇന്ത്യയിലെ സന്യാസ സമൂഹത്തിലെ ഒരു ഗ്യാദറിങ്ങിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് വളരെ വിശുദ്ധനായ ഒരു വൈദികൻ പറഞ്ഞ കാര്യം ഞാൻ പറയാണ്. റിലീജിയസ് ലൈഫ് ഈസ് ഡെഡ് ഇൻ ഇന്ത്യ. വി ആർ സിംപ്ലി പ്രൊലോങ്ങിങ് ദ ഫ്യൂണറൽ. ഇന്ത്യയിലെ മതജീവിതം മരിച്ചുപോയി. നമ്മൾ കബറടക്കം മാറ്റിവെച്ചിരിക്കുകയാണ്. ക്രിസ്ത്യൻ റിലീജിയസ് ലൈഫ് ഈസ് ഡെഡ് ഇൻ ഇന്ത്യ. വി ആർ സിംപ്ലി പ്രൊലോങ്ങിങ് ദ ഫ്യൂണറൽ. ക്രിസ്തീയ മതജീവിതം ഇന്ത്യയില് ചത്തുപോയി, മോർച്ചറിയിലാണ്. നമ്മള് അതിന്റെ മൃതസംസ്കാരം, കബറടക്കം മാറ്റിവെച്ചിരിക്കുകയാണ്. അതെ, സഭാ നേതൃത്വം ചത്തുകഴിഞ്ഞു എന്ന കാര്യം നിങ്ങൾ അറിയിക്കുകയാണ്. ബോഡി മോർച്ചറിയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ശവസംസ്കാരത്തിന് സമയം പിന്നീട് അറിയിക്കുന്നതാണ്. മൃതസംസ്കാരം കഴിഞ്ഞ് ബന്ധുമിത്രാദികൾ കാപ്പിയും ബിസ്ക്കറ്റും കഴിച്ചിട്ട് പോകാവൂ. ബന്ധുമിത്രാദികള് ഇതൊരു അറിയിപ്പായി സ്വീകരിക്കേണ്ടതാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.